സകല നേതാക്കളും മക്കൾക്ക് വേണ്ടി പലതും കാട്ടിക്കൂട്ടുന്നത് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. വായിക്കുകയല്ലാതെ അല്ലേ ചെയ്യുന്നത്? ആർക്കും ഒന്നും ചെയ്യാനില്ലല്ലോ. മക്കളെന്ന് വരുമ്പോഴത്തേനും സകല ആദർശവും പോവുക. നമ്മളൊരു വല്ലാത്ത കാലത്താണ് വന്നിരിക്കുന്നത് കേട്ടോ. കാരണം ദൈവത്തിന്റെ വെട്ടം നമ്മുടെ മേൽ അടിക്കുമ്പോഴാണ് നമ്മുടെ കുറവുകൾ നമ്മൾ കാണുന്നത്. മതത്തിന്റെ വെട്ടത്തിൽ നമ്മുടെ കുറവുകൾ വെളിപ്പെടില്ല. ദൈവത്തിന്റെ ലൈറ്റ് നമ്മുടെ മേൽ വീഴുമ്പോൾ നമുക്ക് വിട്ട് കളയേണ്ടത് എന്താണെന്നുള്ള വ്യക്തത ലഭിക്കും. അടിസ്ഥാനം ബൈബിളാണ്. ബൈബിളിന്റെ കേന്ദ്ര വിഷയം ക്രിസ്തുവാണ്. ഉപദേശവും അത്ഭുത പ്രവൃത്തികളും പ്രായശ്ചിത്ത മരണവും പുനരുത്ഥാനവും ആണ് ബൈബിളിന്റെ മുഖ്യ വിഷയം. മറ്റൊന്ന് ക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. 2000 വർഷമായി സഭ അത് കാത്തിരിക്കുന്നു. സായാഹ്ന കാലത്ത് ഉറക്കപ്പറയും കർത്താവ് ഉടനെ വരുമെന്ന്. പൗലോസ് തന്റെ ശുശ്രൂഷ താൻ പറഞ്ഞു താൻ മരിക്കുന്നതിന് മുമ്പ് കർത്താവ് വരുമെന്ന്. പക്ഷെ സംഭവിച്ചില്ല. പത്രോസ് തന്റെ വാർദ്ധക്യകാലത്ത് ലേഖനമെഴുതിയപ്പോൾ കൂടാരം പൊളിഞ്ഞു പോകാനുള്ള കാലമായി എന്ന് അറിഞ്ഞ ശേഷം എഴുതിയ ലേഖനത്തിനകത്ത് അദ്ദേഹം പറയുന്നു, കർത്താവ് വരാൻ താമസിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആരും നശിച്ചു പോകരുത്, എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ള കർത്താവിൻ്റെ ആഗ്രഹം കൊണ്ടാണ് കർത്താവ് വരാൻ വൈകുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് വരാൻ എന്ത് ചെയ്യണം? കർത്താവ് വരുവാൻ വിശ്വാസികൾ എല്ലാ യോഗത്തിൻ്റെയും ഒടുവിൽ ആമേൻ കർത്താവേ വരണമേ എന്ന് ഇപ്പോൾ പറയുന്നതിനേക്കാൾ ഉറക്കെ പറഞ്ഞാൽ കർത്താവ് വരുമെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ പറഞ്ഞില്ലെങ്കിലും വരും. എന്നാൽ നമ്മുടെ ഒരു ദൗത്യമുണ്ട്, അത് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ആരും നശിച്ചു പോകരുത്, ആരും നശിച്ചു പോകരുത്, ആരും. ഗോവിന്ദച്ചാമി പോലും നശിച്ചു പോകരുത്, ആരും നശിച്ചു പോകരുത്. കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൊണ്ടുവന്ന സ്ത്രീയും നശിച്ചു പോകരുത്, ശമരിയ സ്ത്രീയും നശിച്ചു പോകരുത്. നമ്മളാരും പരീശന്മാരെ പോലെ കാണരുത്. അവനെ തൊടുന്ന സ്ത്രീ ആരെന്ന് അവൻ അറിയുന്നില്ലല്ലോ, അവൾ പാപിയല്ലയോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് തിരിഞ്ഞവനോട് പറഞ്ഞു, നീ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കാണുന്നുള്ളൂ, അല്ല നീ അവളുടെ ഇന്നലത്തെ അവസ്ഥയെ കാണുന്നുള്ളൂ. ഞാൻ അവളുടെ ഇന്നലെയും ഇന്നും നാളെയും കാണുന്നു. നമ്മളൊരാളെ പറ്റി ഒരു കമന്റ് പറഞ്ഞാൽ അതെല്ലാം പാസ്റ്റ് ടെൻസ് ആയിരിക്കും. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് മാറ്റം വരുത്താൻ കർത്താവിന് കഴിയും. അവൻ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കും, നീ കുറ്റക്കാരനും ആകും. അതുകൊണ്ട് പരീശന്റെ മനോഭാവം വിട്ടുകളഞ്ഞിട്ട് എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ നമുക്ക് സുവിശേഷം അറിയിക്കാം. സുവിശേഷം, ഗുഡ് ന്യൂസ്, സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. അത് അറിയിക്കാൻ ഒരാൾക്കൊറ്റയ്ക്ക് കഴിയില്ല. അതിനൊത്തിരി ഒത്തിരി 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 ആവശ്യങ്ങളുണ്ട്. അതിനൊരു കൂട്ടായ യജ്ഞം ആവശ്യമാണ്. നമ്മുടെ സാക്ഷ്യമുള്ള ജീവിതവും നമ്മുടെ സ്നേഹമുള്ള ഹൃദയവും ചാരിറ്റിയുമെല്ലാം അതിനോട് ചേർന്ന് വരും. പ്രസംഗിക്കാൻ കഴിയുന്ന കൃപയുള്ള അഭിഷേകമുള്ളവരെ പ്രസംഗിപ്പിക്കാൻ പൂർണ്ണമായും പ്രോത്സാഹിപ്പിക്കുക. അവരെ മനസ്സിടിക്കുന്ന രീതിയിൽ സംസാരിക്കാതെ അവരെ ധൈര്യപ്പെടുത്തി
അവരെ പ്രസംഗത്തിനായി ഉത്സാഹിപ്പിക്കുക. ലിറ്ററേച്ചർ പ്രിന്റ് ചെയ്യാനായിട്ട് പണം മുടക്കുക, ട്രാക്റ്റുകളോ പുസ്തകങ്ങളോ ഒക്കെ അച്ചടിക്കുന്നവരെ ഏൽപ്പിക്കുക. കഴിഞ്ഞ ദിവസം ഇനിയും ഞാൻ മരിക്കട്ടെ എന്ന പുസ്തകം എഴുതിയ ഷിബു മുള്ളുങ്കാട്ടിൽ തൻ്റെ സാക്ഷ്യം എന്നോട് പറഞ്ഞത് രണ്ടനുഭവങ്ങൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഒരെണ്ണം ഇതാണ്: ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൻ്റെ എല്ലാ വാതിലും അടഞ്ഞപ്പോൾ മരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ആരും ഇന്ന് വരെ മരിച്ചിട്ടില്ലാത്ത പോലെ പുതിയ രീതിയിൽ എന്തെങ്കിലും ആത്മഹത്യ ചെയ്യണം എന്നാഗ്രഹിച്ചവൻ പുസ്തകങ്ങൾ സെർച്ച് ചെയ്തു. മരണമെന്ന് സെർച്ച് ചെയ്തപ്പോൾ ഇനിയും ഞാൻ മരിക്കട്ടെ എന്ന പുസ്തകത്തിൻ്റെ ഹെഡിങ് കണ്ടു. ഉടനെ താൻ ആ പുസ്തകം പോയി വാങ്ങി. ആ പുസ്തകത്തിൻ്റെ ഹെഡിങ് കണ്ടാൽ അതൊരു ക്രിസ്ത്യൻ ബുക്കാണെന്ന് തോന്നത്തില്ല. പാസ്റ്റർ വി പി ഫിലിപ്പും ഷിബു മുള്ളുങ്കാട്ടിലുമാണ് അതിൻ്റെ എഴുത്തുകാർ. ആ പുസ്തകം വാങ്ങി ആ ചെറുപ്പക്കാരൻ ആവേശത്തോടെ വായിച്ചു. മരിക്കാനുള്ള വഴി എന്നാണ്. പുസ്തകത്തിൻ്റെ പകുതി പേജ് കഴിഞ്ഞപ്പോൾ ഇനി മരിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. അവൻ ജീവിക്കാൻ തീരുമാനിച്ചു. അവൻ യേശുവിനെ തൻ്റെ കർത്താവായി രക്ഷകനായി സ്വീകരിച്ചു. അവൻ ആത്മഹത്യയിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. രണ്ടാമത്തെ അനുഭവം പറഞ്ഞത് യുഎഇയിലെ ജയിലിൽ മതഗ്രന്ഥങ്ങൾ, വിശേഷാൽ ക്രിസ്തീയ മതഗ്രന്ഥങ്ങൾ അനുവദിക്കുന്നില്ല. എന്നാൽ വായിക്കുന്നവർക്ക് വായിക്കാൻ പല ഭാഷകളിലുള്ള ബുക്കുകൾ അവർ അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു ക്രിസ്തീയ ഗ്രന്ഥമല്ല എന്ന ധാരണയിൽ എങ്ങനെയോ ഇനിയും ഞാൻ മരിക്കട്ടെ എന്ന പുസ്തകം അവിടെ വന്നു. അത് വായിച്ച് ജയിലിൽ നിന്ന് പുറത്തു വന്ന ഒരു മനുഷ്യൻ ഈ എഴുത്തുകാരനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ ജയിലിൽ വെച്ച് കണ്ടു. അദ്ദേഹം ഞെട്ടിപ്പോയി. ഞാൻ ജയിലിൽ വന്നിട്ടില്ലല്ലോ. നിങ്ങളുടെ പുസ്തകം ജയിലിൽ വന്നിട്ടുണ്ട്. എഴുത്തുകൾക്കും വലിയ സ്വാധീനം ഉണ്ട്. പാട്ടിന് വളരെ സ്വാധീനമുണ്ട്. സജോ തോണിക്കുഴി എന്ന ദൈവദാസൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ട് മണ്ണുത്തിയിലുള്ള ഷാജു പാസ്റ്ററുടെ മാതാവിൻ്റെ മരണസമയത്ത് അദ്ദേഹം പാടുന്നത് ഞാൻ കേട്ടു. അതിന് മുമ്പ് എവിടെയോ കേട്ടു. അതെ, അതിന് മുമ്പ് എവിടെയോ കേട്ടു. ഞാനത് പിന്നീട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പഠിക്കുകയും ചർച്ചിൽ പഠിപ്പിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലം മുഴുവനും എപ്പോഴും ആ പാട്ടിങ്ങനെ പാടാൻ എൻ്റെ മനസ്സിൽ പ്രേരണ വരാറുണ്ട്. ഞാനെൻ പാദങ്ങൾ വെച്ചിടും നീങ്ങിപ്പോകാത്ത പാറമേൽ. അതെ, സംഗീതത്തിനും സുവിശേഷ വേലയിൽ വലിയ പങ്ക് ഉണ്ട്. ഇങ്ങനെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കേണ്ട സമയമാണ് ഇത്. നാം വളരെ വൈകിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റാൻ ഉണരാം. ഇങ്ങനെയൊരു യോഗം വയ്ക്കാൻ പ്രിയപ്പെട്ട ദൈവദാസൻ്റെ മനസ്സിൽ ദൈവം പ്രേരണ കൊടുത്തു. താനത് ചെയ്തു. വിശ്വാസികൾ ഇവിടെ വന്ന് സഹകരിച്ചു. ഇതൊരു ചർച്ച് ഹാളിലല്ല, ഒരു പൊതുസ്ഥലമാണ്. എന്നാലെങ്കിലും പബ്ലിക്ക് കേൾക്കട്ടെ എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വിശ്വാസികളെ ഉദ്ദേശിച്ച് അല്ലായിരിക്കും ഞാൻ പ്രസംഗിക്കുന്നത്. വിശ്വാസികളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥനയും ശ്രദ്ധയും പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥനയോടും
ശ്രദ്ധയോടും കൂടെ സഹകരിച്ചാൽ ഈ സന്ദേശം ഈ ദേശത്തിനു വേണ്ടി ഇന്ന് രാത്രി പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയും. നമുക്ക് ഒരുമിച്ച് ബൈബിൾ തുറക്കാം. മൈക്കിൽ കൂടെ ദൈവവചനം വായിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സഹായിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള അല്പം നീണ്ട വാക്യങ്ങൾ, 9-10 വാക്യങ്ങളോളം വായിക്കാനുണ്ട്. നിർത്തി സാവധാനത്തിൽ വ്യക്തതയോടുകൂടെ വായിച്ചാൽ ഉപകാരമാണ്. ബൈബിൾ ഉള്ളവർ തുറക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നപേക്ഷിക്കുന്നു. വായിക്കാം. പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്നെഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. നമുക്ക് വായിക്കേണ്ടത് 31-ാം വാക്യം വരെയാണ്. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തിൽ നിന്നും മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പിനോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിന്റെ സന്താനമെന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കുത്തിത്തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതല്ല. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരോടും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ വചനം വർഷങ്ങൾക്ക് മുമ്പ് ഏഥൻസിൽ നിന്നുകൊണ്ട് പൗലോസ് എന്ന മിഷണറി പ്രസംഗിച്ചു. ഇന്ന് ആ പ്രസംഗം എടുത്ത് അതിൽ നിന്ന് 2023 മെയ് മാസത്തിൽ തൃശൂർ വല്ലൂർ ദേശത്തോട് സംസാരിപ്പാൻ എളിയവർ ഒരുമിച്ച് ഇവിടെ വന്നിരിക്കുന്നു. ഈ വചനം ഇപ്പോൾ കേൾക്കുന്നവരും റെക്കോർഡിങ്ങിൽ കേൾക്കുന്നവരും ലൈവിൽ കേൾക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എളിയവരെ ഈ സന്ദേശം അറിയിപ്പാൻ തിരഞ്ഞെടുത്ത കൃപയ്ക്കായി നന്ദി പറയുന്നു. അപ്പച്ചാ, അങ്ങയുടെ നാമം മഹിമപ്പെടണമേ, അങ്ങയുടെ നാമം മാത്രം മഹിമപ്പെടണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഈ നീണ്ട പ്രസംഗത്തിന്റെ ഒടുവിൽ വരുമ്പോൾ 3 കാലങ്ങളെ കുറിച്ച് പറയുന്നു. 3 കാലം. നിങ്ങളതിൻ്റെ 30-ഉം 31-ഉം ശ്രദ്ധിച്ചാൽ ആ 3 കാലം കാണാം. 1 അറിയായ്മയുടെ കാലം, 2 മാനസാന്തരത്തിൻ്റെ കാലം, 3 ന്യായവിധിയുടെ കാലം. ഇവിടെ വന്നിട്ടുള്ള ദൈവമക്കൾ ബോറടിക്കാതിരിക്കാൻ നിങ്ങൾക്കുള്ള സന്ദേശമല്ല എങ്കിലും പബ്ലിക്കിനുള്ളതാണെങ്കിലും ഒന്ന് ഏറ്റുപറഞ്ഞ് സഹായിക്കണം. ഞാൻ പറയുമ്പോൾ പറഞ്ഞ ശേഷം പറയണം.
അറിയായ്മയുടെ കാലം, മാനസാന്തരത്തിന്റെ കാലം, ന്യായവിധിയുടെ കാലം. ആമേൻ. കുട്ടികളോട് ചോദിച്ചാൽ 3 കാലങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറയും ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം. അതെ, ഇതും അങ്ങനെ തന്നെയാണ്. ഭൂതകാലമാണ് അറിയായ്മയുടെ കാലം, വർത്തമാനകാലമാണ് മാനസാന്തരത്തിന്റെ കാലം, ഭാവി കാലമാണ് ന്യായവിധിയുടെ കാലം. ന്യായവിധി സംബന്ധിച്ച് 3 കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. ന്യായവിധി സംബന്ധിച്ച് 3 കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഠിക്കുന്നവർക്കത് പ്രയോജനമാണ്. ഒന്ന്, ന്യായവിധിക്കൊരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. 2, ന്യായാധിപനെ നിശ്ചയിച്ചിരിക്കുന്നു. 3, ന്യായാധിപന്റെ യോഗ്യതയും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇങ്ങനെ 3 പലത് ഈ വിഷയത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും. ബൈബിൾ വിലപ്പെട്ട ഗ്രന്ഥമാണ്, ആധികാരികമാണ്. ലോകത്തിലെ വലിയ മനുഷ്യര് മത വ്യത്യാസം കൂടാതെ ബഹുമാനിക്കുന്ന പുസ്തകമാണ്. അതുകൊണ്ട് ഇതിനെ ധ്യാനപൂർവം പഠിക്കുന്നതും ധ്യാനിക്കുന്നതും അനുഗ്രഹമാണ്. ന്യായവിധിയുടെ ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ പല കേസുകളും 5 കൊല്ലം, 10 കൊല്ലം, 15 കൊല്ലമായിട്ട് നീട്ടിക്കൊണ്ടുപോകുന്നു. വീണ്ടും 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 മാറ്റിവെക്കുന്നു, വീണ്ടും 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 മാറ്റിവെക്കുന്നു. രാഷ്ട്രീയക്കാരുടെ കേസുകളാണെങ്കിൽ, അധികാരമുള്ളവരുടെയും പണമുള്ളവരുടെയും കേസാണെങ്കിൽ പിന്നെയും അത് അവധിക്ക് വെച്ച് മാറ്റിവെച്ച് 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 ഇങ്ങനെ മരണം വരെ മാറ്റിവെക്കും. പക്ഷെ ദൈവം നിശ്ചയിച്ചത് നിശ്ചയിച്ചതാണ്. അവൻ ന്യായവിധിക്ക് ഒരു ദിവസം നിശ്ചയിച്ചു, ഒരു ദിവസം നിശ്ചയിച്ചു. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കുമായി അതിനൊരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. അത് പറഞ്ഞിട്ടില്ല. നാം അതിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. അതിനൊരു വ്യക്തിയെ നിശ്ചയിച്ചു, ജഡ്ജിയെ മാറ്റത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കേസുകൾ വാദിക്കുന്നതിൽ നിന്ന് ജഡ്ജി മനഃപൂർവ്വം മാറുന്നു, ലീവ് എടുക്കുന്നു, റിസൈൻ ചെയ്യാൻ തയ്യാറാകുന്നു. കാരണം അങ്ങനെയുള്ള കേസുകളിലൊക്കെ വിധി പറഞ്ഞാൽ പലതും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ന്യായാധിപന്മാർ സ്വയം മാറുന്നു. പ്രതികൾ സ്വാധീനമുള്ളവരാണെങ്കിൽ ന്യായാധിപനെ മാറ്റുന്നു. സമയമാകുമ്പോൾ പെട്ടെന്ന് ന്യായാധിപന് ട്രാൻസ്ഫർ. എത്രയോ വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ വിധിച്ചാൽ കൊഴയും. അതുകൊണ്ട് അദൃശ്യ ഇടപെടൽ എന്നൊക്കെയാ പത്രത്തിൽ വരുന്നത്. അദൃശ്യ ഇടപെടൽ. ബാഹ്യ ഇടപെടൽ എന്നൊക്കെ പറഞ്ഞ് ന്യായാധിപനെ മാറ്റുകയാണ്. ന്യായാധിപന്മാരിലും മനുഷ്യരുടെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ന്യായാധിപൻ വരുന്നു, മുഖം നോക്കാതെ ന്യായം വിധിക്കുന്ന ഒരുവൻ വരുന്നു. അതിന് മാറ്റമില്ല, അതിന് മാറ്റമില്ല. ഈ ന്യായാധിപൻ ലീവ് എടുക്കത്തില്ല, റിസൈൻ ചെയ്യത്തില്ല, ട്രാൻസ്ഫർ ഇല്ല. ഈ ന്യായാധിപന്റെ യോഗ്യത, അവന് മരണഭയമില്ല. ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു, പ്രധാനപ്പെട്ട വിധി പറയുന്ന ദിവസങ്ങളിൽ അതിന്റെ കുറെ നാളത്തേക്ക് ഭയങ്കര പ്രൊട്ടക്ഷൻ തരുമായിരുന്നു. അദ്ദേഹം അടുത്ത കാലത്ത് പല കാര്യങ്ങളും വെളിപ്പെടുത്തിയതെല്ലാം
പൊതുവേദി പറയാൻ പറ്റില്ല. അപ്പോ പ്രമാദമായ കേസുകളിൽ ഒളിച്ചുകളിയില്ലാതെ വിധി പറഞ്ഞാൽ ന്യായാധിപന്റെ തലയ്ക്ക് വില പറയും. എന്നാൽ ഈ ന്യായാധിപൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായതുകൊണ്ട് അവന് വിധി പറയാൻ ഇനി പേടിയില്ല. അവൻ മരണമെന്ന മൈൽ സ്റ്റോൺ കടന്നവനാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ ന്യായാധിപന്റെ പ്രത്യേകത ഒത്തിരി ഉണ്ടെങ്കിലും ഒരെണ്ണം മാത്രം ഞാനൊന്ന് പറയാം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവൻ എന്ന് പത്രോസ് തന്റെ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പി. അത് വിശ്വാസികളോടാ. ന്യായാധിപനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു, പക്ഷേ മുഖപക്ഷം പ്രതീക്ഷിക്കണ്ട. ന്യായാധിപനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു, മുഖപക്ഷമില്ലാത്തവനാണ് ന്യായാധിപനെങ്കിൽ മക്കൾക്കും രക്ഷയൊന്നുമില്ല. നിയമം വിട്ടൊന്നും ചെയ്യലാത്ത ആളാണെങ്കിൽ മകൻ ആനുകൂല്യം കിട്ടുമോ? സകല നേതാക്കളും മക്കൾക്ക് വേണ്ടി പലതും കാട്ടിക്കൂട്ടുന്നത് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. വായിക്കുകയല്ലാതെ അല്ലേ ചെയ്യുന്നത്. ആർക്കും ഒന്നും ചെയ്യാനില്ലല്ലോ. മക്കളെന്ന് വരുമ്പോഴത്തേനും സകല ആദർശവും പോവുക. നമ്മളൊരു വല്ലാത്ത കാലത്താണ് വന്നിരിക്കുന്നത് കേട്ടോ. സ്തോത്രം. പത്രോസ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്ന വ്യക്തിയുണ്ടല്ലോ, അവൻ ന്യായാധിപനായി വരാൻ പോവുക. അവന് മുഖവിഷയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഭൂമിയിലെ ജീവിതകാലം ഭയത്തോടെ കഴിക്കണം. ഭയപ്പെടേണ്ടെന്ന് 365 പ്രാവശ്യം എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ എണ്ണിയിട്ടില്ല. പക്ഷെ ഭയപ്പെടണമെന്നും ഇടയ്ക്ക് പറയുന്നുണ്ട്. ഭയപ്പെടേണ്ടെന്ന് 365 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു തീരെ ഭയമില്ലാണ്ടായി. അതുകൊണ്ട് ഇന്ന് രാത്രി പറയുന്നു, നിങ്ങളുടെ പ്രവാസകാലം കുറച്ചല്ലേ ഉള്ളൂ. ആ കുറച്ചു കാലം ഭയത്തോടെ കഴിക്കുകയും, കാരണം നിങ്ങളവനെ അപ്പനെന്ന് വിളിക്കുന്നു എന്ന കാരണത്താൽ നിങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യമൊന്നും കിട്ടത്തില്ല. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കണ്ട എന്നായിരുന്നു എഴുതേണ്ടത്. അങ്ങനെയല്ല. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പി. കേരളത്തിന് വെളിയിലുമെല്ലാം ഒരാൾ മന്ത്രിയാണെങ്കിൽ മക്കൾക്ക് പിന്നെ പേടിക്കണ്ട. അവിടുന്ന് ഉയർന്ന പദവികളിലേക്ക് വരും തോറും മക്കൾക്ക് ഒന്നും പേടിക്കണ്ടാത്ത ഒരു കാലഘട്ടം വന്നിരിക്കുന്നു. മുൻപൊരിക്കലൊരു അമേരിക്കൻ പ്രസിഡന്റിന്റെ മകൾ മദ്യപിച്ച് കാർ ഓടിച്ചു, പോലീസ് പിടിച്ചു. പെട്ടെന്ന് പ്രസിഡന്റിന്റെ ആളുകൾ പോലീസിനെ വിവരം അറിയിച്ചു. പ്രസിഡന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വിവരം കൊടുത്തു. ഒരു മുഖപക്ഷം കാണിക്കണ്ട, ന്യായമായ ശിക്ഷ കൊടുത്തേക്കാൻ പറഞ്ഞു. ഇന്നങ്ങനെ അങ്ങനെയൊന്നുമുള്ള ആളുകളുണ്ടെന്ന് തോന്നുന്നില്ല. നാം വേറൊരു കാലഘട്ടത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ന്യായാധിപനുണ്ട്. അവന്റെ സ്വഭാവം ഇതാണ്:
മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനാണ്. ന്യായാധിപനെ നിശ്ചയിച്ചിരിക്കുന്നു, അതിന്റെ ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നു, അവന്റെ ക്വാളിഫിക്കേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവന്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ വായിച്ചു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒറ്റയാളേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. സംശയം വേണ്ട. ലാസറും മറ്റ് ചിലരും ഉയർത്തെങ്കിലും അവർ പിന്നെയും മരിച്ചുപോയി. എന്നാൽ യേശു മാത്രം ഉയർത്ത് ജീവിക്കുന്നു. സ്തോത്രം. അങ്ങനെയുള്ളവരായിരിക്കും ന്യായാധിപൻ. അതൊരാളേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. സ്തോത്രം. അപ്പൊ ന്യായവിധി സംബന്ധിച്ച് 3 കാര്യം. ന്യായവിധിയുടെ ദിവസം നിശ്ചയിച്ചിരിക്കുന്നു, സമയം നിശ്ചയിച്ചിരിക്കുന്നു, ന്യായാധിപനെ നിശ്ചയിച്ചിരിക്കുന്നു, ന്യായാധിപന്റെ ക്വാളിഫിക്കേഷനും തീരുമാനിച്ചിരിക്കുന്നു. ഈ ശബ്ദം ആരൊക്കെ എവിടെയൊക്കെ കേൾക്കുന്നുണ്ടോ, നിങ്ങളുടെ എല്ലാവരോടും ഒരു സുവിശേഷകൻ ഉത്തരവാദിത്തത്തോടുകൂടെ പറയുന്നു, നിങ്ങളെ ഇങ്ങോട്ട് ദൈവം അയച്ചതാണ്. നിങ്ങൾക്ക് ഒരു ദിവസം തിരിച്ചു പോകേണ്ടി വരും. നിങ്ങൾ ആവശ്യപ്പെട്ടിടത്തല്ല നിങ്ങൾ ജനിച്ചത്, ആവശ്യപ്പെട്ടിട്ടല്ല ജനിച്ചത്, ആവശ്യപ്പെട്ട പേരല്ല ഇട്ടത്. നിങ്ങളുടെ ജനനം നിങ്ങൾ അറിഞ്ഞിട്ടില്ല. തികച്ചും സൗജന്യമാണത്. നിങ്ങൾക്ക് ഒരു ബന്ധവും ഇതിനകത്തില്ല. വീട് കിട്ടിയ ഒരു ജീവിതമല്ലേ, ഇതൊരു ചാൻസാണ്, ഇതൊരു ചാൻസാണ്. ബാല്യത്തിലേ മരിച്ചുപോയവർ, ഗർഭത്തിലേ മരിച്ചുപോയവർ എത്രയോ ലക്ഷങ്ങളുണ്ട്. ഒരു ചാൻസ് ഈ ഭൂമിയിൽ ജീവിക്കാൻ 50, 80, 90 കൊല്ലം അനുവദിച്ചു എങ്കിൽ ഇതിനൊക്കെ കണക്കുണ്ടെന്ന് ഓർക്കുക. കണക്കുണ്ട്. ഒരു ദിവസം തിരികെ വരുവീൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഒരു വിധത്തിലും നിങ്ങൾക്ക് നീട്ടാനൊക്കത്തില്ല. അലക്സാണ്ടർ ചക്രവർത്തി മരണക്കിടക്കയിൽ വെച്ച് വൈദ്യന്മാരോട് പറഞ്ഞു, ഒരു 13 മണിക്കൂറും കൂടെ എന്റെ ജീവനെ പിടിച്ചു നിർത്താവോ? അവര് പറഞ്ഞു, എന്താ 13 മണിക്കൂർ? എന്റെ അമ്മ പുറപ്പെട്ടിട്ടുണ്ട്, വാഹനമൃഗമല്ലേ ഉള്ളൂ. അവര് പറഞ്ഞു, നോക്കാം, പരമാവധി ശ്രമിക്കാം. അമ്മ 6 മാസമായിട്ട് മോന് കത്തയക്കുന്നുണ്ട്, മോനെ എനിക്ക് തന്നെ ഒന്ന് കാണണം. ആ കത്തിന്റെ പുറത്ത് എഴുതി വിടും, ഈ യുദ്ധവും കൂടെ കഴിഞ്ഞിട്ട് കാണാം അമ്മേ. അമ്മ വീണ്ടും കത്ത് വിടും, അതിന്റെ പുറത്തേക്ക് എഴുതി വിടും. കാണാൻ പറ്റിയില്ല. ഈ കോവിഡ് കാലത്ത് ഇതെല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ എഴുതി വിട്ടു. വിശ്വസിക്കാവുന്ന വാർത്തകൾ വായിക്കാനിടയായി. അതിങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ ബോഡി വൈദ്യന്മാരെടുത്തോണ്ട് പോകണം, ഡോക്ടർമാരെടുത്തോണ്ട് പോകണം. ലോകം പറയണം, ഡോക്ടർ ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ മരിച്ചത്. എന്റെ ബോഡിയിൽ സ്വർണം നാണയങ്ങൾ ഇട്ട് മൂടണം. ഉണ്ടല്ലോ, അതെന്തിനാ? അതൊക്കെ മോശമല്ലേ? ഉത്തരം, പണമില്ലാഞ്ഞിട്ടല്ല ഞാൻ മരിച്ചതെന്ന് ലോകം അറിയണം. ഒഴിഞ്ഞ കൈയോടെ പോകുന്നതായിട്ട് അടയാളപ്പെടുത്തണമെന്ന് താൻ പറഞ്ഞതായി കേട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ പല പ്രസ്താവനകൾ അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുകയുണ്ടായി. നിങ്ങൾ എത്ര ധനമുണ്ടെങ്കിലും, എത്ര സ്വാധീനമുണ്ടെങ്കിലും, ആരെല്ലാം നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിലും, നിങ്ങളുടെ ആയുസ്സിനെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് ഒരു സാധ്യതയില്ല. ന്യായവിധിക്ക് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ആയുസ് തീരുന്നതിന് മുമ്പ് മാനസാന്തരത്തിന്റെ സമയത്തെ കണ്ടെത്തുക. മാനസാന്തരത്തിന്റെ കാലം ഇപ്പോഴാണ്, ഇപ്പോഴാണ്, ഇപ്പോഴാണ്. തിരുവെഴുത്ത് പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം.
ഇപ്പോഴാകുന്നു രക്ഷാദിവസം. മാനസാന്തരത്തിന്റെ ദിവസം നാളെയല്ല, മാനസാന്തരത്തിന്റെ ദിവസം അടുത്ത വർഷമല്ല, ഇന്നാണ്, ഈ രാത്രിയാണ്. നമ്മൾ വിചാരിക്കാത്ത ചില ഇടപെടലുകളുണ്ട് ദൈവത്തിന്. ദൈവം ആളുകളെ എവിടെയൊക്കെയോ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് തനിക്ക് പറയാനുള്ളത് കേൾപ്പിക്കുന്നുണ്ട്. ഈ രാത്രി ഒരു പക്ഷേ താങ്കളോട് ദൈവം ഇടപെടുന്ന രാത്രിയായിരിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ആക്കാൻ ദൈവം നിശ്ചയിച്ച ദിവസമായിരിക്കും ഇത്. ഈ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുന്നത് മാനസാന്തരത്തിന് വേണ്ടിയാണ്. ദിസ് ഈസ് ദ ടൈം ഓഫ് റിപ്പൻറ്റൻസ്. എന്താണ് മാനസാന്തരം? മാനസാന്തരത്തിന്റെ ലളിതമായ അർത്ഥം ദൈവത്തിലേക്ക് തിരിയുക എന്നാണ്. ടേൺ ടു ഗോഡ് എന്നാണ്. ദൈവത്തിലേക്ക് തിരിയുക, ദൈവത്തിലേക്ക് തിരിയുക. യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർക്കുക, ദൈവത്തിലേക്ക് തിരിയുക, ദൈവത്തിലേക്ക് തിരിയുക. ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയുന്നു, ദൈവത്തിലേക്ക് തിരിയുക. പ്രളയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട MM മണി മന്ത്രി ഉൾപ്പെടെ ദൈവത്തിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവവിശ്വാസിയല്ല, പക്ഷെ നിങ്ങളൊക്കെ പ്രാർത്ഥിര്. മോളിൽ നിന്ന് വരുന്നത് നിൽക്കാതെ എന്നാ ചെയ്യാനാ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങേര് പറഞ്ഞത് TV-യിൽ വന്നു. മനുഷ്യരൊക്കെ ദൈവത്തിലേക്ക് തിരിയും. ഇന്ന് തിരിഞ്ഞില്ലെങ്കിൽ തിരിക്കുന്നൊരു സമയം വരും, തിരിക്കുന്നൊരു സമയം വരും. പ്രൈസ് ദി ലോർഡ്. ലിസി ഹോസ്പിറ്റലിൽ ശരീരം മുഴുവനും നീര് വെച്ച് ഒരു കെട്ടിലേക്കുള്ളാതെ ഒരു മനുഷ്യൻ കിടക്കുമ്പോൾ ഒരാൾ വശം എനിക്കൊരു മെസ്സേജ് വിട്ടു, ഇവിടെ വരെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാവോ. ഞാൻ അവിടെ ചെന്നപ്പോൾ വിസിറ്റേഴ്സ് സ്ട്രിക്റ്റ്ലി പ്രോഹിബിറ്റഡ് എന്ന് എഴുതി വെച്ചിരിക്കുക. എന്ത് ചെയ്യും? ഞാൻ അവിടെ നിൽക്കുന്ന നേഴ്സിനോട് ചോദിച്ചു, ഈ അകത്ത് കിടക്കുന്ന രോഗിയെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. ഞാൻ കടലാസ് എഴുതി കൈ കൊടുത്തു. അദ്ദേഹത്തോട് ഇന്നയാൾ വന്നെന്ന് പറയാമെന്ന് ചോദിച്ചു. പറയാമെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ രോഗി പറഞ്ഞു, ആളെ കയറ്റി വിടണം, നിർബന്ധമാണെന്ന് പറഞ്ഞു. ഞാൻ കയറി ചെന്നു. അദ്ദേഹത്തിന് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. എന്റെ കയ്യെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ ആലോചന എന്തെങ്കിലും ഉണ്ട് എന്നോട് പറയണം, എനിക്കൊരു ചാൻസ് കൂടെ കിട്ടണം. ആളാരാന്നൊന്നും ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. എനിക്കങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ ഭയങ്കരമായ സങ്കടം വരും. അദ്ദേഹം എന്റെ കയ്യെ മുറുക്കെ അങ്ങ് പിടിച്ചു, വിടുന്നില്ല. അറിയാതെ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ അദ്ദേഹത്തിന് മേത്ത് വീണു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഒരു ചാൻസ് ഇയാൾക്ക് കൊടുക്കണേ. ആ മനുഷ്യൻ ജീവിച്ചു. ആ മനുഷ്യൻ കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ പിന്നീട് ചെയ്തതായിട്ട് അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിലേക്ക് തിരിയുവാൻ മെഡിക്കൽ കോളേജിൽ പോകണോ? ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ എത്തിയിട്ട് തിരിയുള്ളൂ. ആത്മഹത്യയുടെ കയറ് കഴുത്തിൽ വീണിട്ട് തിരിയൂ എന്നുണ്ടോ? സുഖമുള്ള കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത്, പോക്കറ്റിൽ പണമുള്ള കാലത്ത് ദൈവത്തിലേക്ക് തിരിയൂ, ദൈവത്തിലേക്ക് തിരിയൂ, ദൈവത്തിലേക്ക് തിരിയൂ. Praise the Lord. Praise the Lord. ആടിനെ തിരിക്കണമെങ്കിൽ പ്ലാവല കാണിച്ചാൽ മതി. പിള്ളേരെ തിരിക്കണ ചോക്ലേറ്റ് കാണിച്ചാൽ മതി. മനുഷ്യ, നിന്നെ തിരിക്കാൻ എന്ത് കാണിക്കണം? ഞങ്ങൾ നിങ്ങളെ പേടിപ്പിക്കാൻ വന്നതല്ല.
നല്ല കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത് ദൈവത്തിലേക്ക് തിരിയൂ. എനിക്കിഷ്ടമില്ലെന്ന് നീ പറയുന്ന കാലം വരും. ദൈവത്തിലേക്ക് തിരിയൂ. ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാം അതിവേഗം. ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോ വിലനാമെന്നറിയും. ലോകം വെറുത്തോ വിലനാമെന്നറിയും. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൽ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. സ്നേഹിതരെ വരും വെടിഞ്ഞാൻ, അതു യേശുവിനോടു നീ പറഞ്ഞാൽ. സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളെഴും തൻ കരത്താ. നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും. നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും. വരുവിൽ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവീൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. ദൈവത്തിലേക്ക് തിരിയുവീൻ. ഇതൊരു ആഹ്വാനമായി, ഇതൊരു മുന്നറിയിപ്പായി ഇന്ന് രാത്രി സ്വീകരിക്കുക. ദൈവത്തിലേക്ക് തിരിയുവാൻ ഇത് ഏറ്റവും നല്ല സമയമാണ്. നാം ദൈവത്തിലേക്ക് തിരിയുമ്പോൾ നമുക്ക് തന്നെ അറിയാം വിട്ടുകളയേണ്ടതൊക്കെ എന്താണ്, ഉപേക്ഷിക്കേണ്ടത് എന്താണെന്ന് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ദൈവത്തിന്റെ വെട്ടം നമ്മുടെ മേൽ അടിക്കുമ്പോഴാണ് നമ്മുടെ കുറവുകൾ നമ്മൾ കാണുന്നത്. മതത്തിന്റെ വെട്ടത്തിൽ നമ്മുടെ കുറവുകൾ വെളിപ്പെടില്ല. ദൈവത്തിന്റെ ലൈറ്റ് നമ്മുടെ മേൽ വീഴുമ്പോൾ നമുക്ക് വിട്ടുകളയേണ്ടത് എന്താണെന്നുള്ള വ്യക്തത ലഭിക്കും. അതാണ് സക്കായിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠം. യേശു ഒന്നും പറഞ്ഞില്ല, ഞാൻ നിന്റെ വീട്ടിലോട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തെല്ലാം കാര്യങ്ങളാ വിളിച്ചു പറയുന്നത്. പ്രിയരേ, ദൈവത്തിലേക്ക് തിരിയുവാൻ ഇത് നല്ല സമയമാണ്. ഒന്നാമത്തെ കാലം അറിവില്ലായ്മയുടെ കാലമാണ്. അറിയായ്മയുടെ കാലം. അറിയായ്മയുടെ കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞതയുടെ കാലം, അറിവില്ലാത്ത കാലം. ഓർക്കുക, അജ്ഞതയൊരു ആനുകൂല്യം അല്ല. ഒന്നുകൂടെ പറയാം, അജ്ഞതയൊരു ആനുകൂല്യമല്ല. പക്ഷേ അജ്ഞതയ്ക്കൊരു കാലമുണ്ട്. ഇപ്പം ഇവിടെ തീരെ ചെറിയ കുട്ടികളെ ഞാൻ കാണുന്നില്ല.
തീരെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരിതിലവിടെ നടക്കും, കസേര കയറി നിൽക്കും, ചിലപ്പം സ്റ്റേജിൽ കയറി വരും. അതൊന്നും ഒരു കുറ്റമായിട്ട് നമ്മൾ എടുക്കത്തില്ല. അവർ തിന്നുകയോ കുടിക്കുകയോ ഒക്കെ ഇതിനിടയിൽ ചെയ്യും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്താൽ അത് കുറ്റമാണ്. അപ്പം അറിയില്ലായ്മയ്ക്ക് ഒരു കാലമുണ്ട്. ഒരു കാലം വരെ അത് അനുവദിക്കും. ഒരു കാലം കഴിഞ്ഞാൽ പറ്റത്തില്ല. അജ്ഞത ഒരു ആനുകൂല്യം അല്ല. ഒരു ഡോക്ടർ തൻ്റെ മകനെ കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷനൊക്കെ കാണിച്ചു കൊടുത്തു. എന്തൊക്കെയോ അവൻ ചെയ്തു. ഇത് വലിയ കേസായി, പ്രമാദമായി. കുട്ടിക്ക് അറിവില്ല, പക്ഷെ അപ്പന് അറിവുണ്ട്. ലൈസൻസ് ഇല്ലാത്തൊരു കുട്ടിയെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചാൽ കുട്ടിയുടെ അപ്പൻ കുറ്റക്കാരനാവും. അറിവില്ലായ്മ ഒരു ആനുകൂല്യം അല്ല. നിങ്ങളൊരു 2 വീലർ ഓടിച്ചു പോകുന്നു. ഇപ്പൊ പിരിവിന്റെ സമയമാണ്. പോലീസ് കൈ കാണിക്കുന്നു. ഹെൽമെറ്റ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിക്കുക, സാറിന്റെ ഹെൽമെറ്റ് എവിടെ എന്ന് ചോദിച്ചാൽ എന്ത് സംഭവിക്കും? സാധാരണഗതിയിൽ അടി കിട്ടും. ചൂടന്മാരായ എസ്ഐമാരാണെ അടി കിട്ടും. ഉടനെ അദ്ദേഹം ശാന്തമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവൻ പറയും, എനിക്കൊന്നും അറിയില്ല. എന്നാ നിന്റെ വണ്ടിയുടെ ബുക്ക് എടുത്തേ. അതും എനിക്കറിയില്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം. അജ്ഞത ഒരു ആനുകൂല്യമല്ല. അവൻ ശിക്ഷ അനുഭവിക്കും, ഉറപ്പാണ്. ഒരു മനുഷ്യൻ അപ്പന്റെ മരണ സർട്ടിഫിക്കറ്റ് മേടിക്കണം എന്ന ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ഇരുന്ന മാഡം ചോദിച്ചു, അപ്പം മരിച്ച വിവരം ഇവിടെ അറിയിച്ചായിരുന്നു? മേഡത്തിന്റെ അപ്പം മരിച്ചത് എന്നെ അറിയിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാമോ? അജ്ഞത ഒരു ആനുകൂല്യമല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ അറിയിക്കേണ്ട ചുമതല ഗവൺമെന്റിനുണ്ട്. ഈ റോഡിലൊക്കെ വരച്ചിരിക്കുന്ന വരയുടെ അർത്ഥം എന്നാ നീ കൊല്ല എനിക്ക് മനസ്സിലായത്. കാരണം ആരാണ്ട് മുൻകൈ എടുത്ത് യൂട്യൂബിൽ ഇടുന്നുണ്ട്. അടുപ്പിച്ച് വര കണ്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? നീളമുള്ള വര കണ്ട അർത്ഥം എന്താണ്? മഞ്ഞ വര കണ്ട അർത്ഥം എന്നാ? എത്ര പേർക്കറിയാം ഇവിടെ ഇരിക്കുന്ന? ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കണമെന്നേ, 5ാം ക്ലാസ് തൊട്ട് പഠിപ്പിക്കണമെന്നേ, ഒരു സബ്ജക്റ്റ് ആക്കണം. നിങ്ങൾ പഠിപ്പിച്ചില്ല, നിങ്ങൾ പൈസ മേടിക്കല്ലേ വഴി വന്നിരുന്നുകൊണ്ട്, വളവ് നോക്കി ഒളിച്ചിരുന്ന്. നിയമം എന്നാണെന്നറിയാമോ? ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ കിലോമീറ്ററുകൾക്ക് മുമ്പ് എഴുതി വെക്കണം ഇവിടെ ക്യാമറ ഉണ്ടെന്ന്. ഇപ്പൊ ക്യാമറ വെച്ചവർ തന്നെ ക്യാമറ കൊടുക്കുന്ന ലക്ഷണത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോണത്. അറിയിക്കേണ്ടതാണ്. സർക്കാർ ചെലവിൽ ഒരു പൗരൻ അറിയേണ്ട മുഴുവൻ നിയമങ്ങളും പഠിപ്പിക്കേണ്ടതാണ്. നമുക്ക് നിയമം അറിയാൻ മേലാതുകൊണ്ട് നമ്മൾ വക്കീലിനെ പോയി കാണുക. അപ്പോ LLB പാസ്സായാലേ നിയമം പഠിക്കാൻ പറ്റുള്ളൂ. ഇത് സ്കൂളിൽ, ഹൈസ്കൂളിലെങ്കിൽ ഇതൊരു സബ്ജക്റ്റ് ആക്കണം. അപ്പോ ഗവൺമെന്റുകൾ ബോധവൽക്കരണം വേണ്ടതുപോലെ ചെയ്യാതെ ശിക്ഷിക്കുന്നു. അജ്ഞത ഒരു ആനുകൂല്യമായി കണക്കാക്കുന്നില്ലെങ്കിൽ ലോകം മുഴുവൻ ദൈവം തന്റെ പ്രമാണം വിശദമായി വിവരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടും അജ്ഞത തുടരാൻ എങ്ങനെ കഴിയും? അജ്ഞത ഒരു ആനുകൂല്യം അല്ല. എനിക്കറിയില്ലല്ലോ,
ഞാൻ കേട്ടില്ലല്ലോ എന്നിനി ആരും പറയരുത്. ഞങ്ങൾ ഈ ദേശത്തോട് പറയുന്നു, അറിഞ്ഞില്ലെന്നാരും പറയരുത്, കേട്ടില്ലെന്നാരും പറയരുത്. ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. അഥേനയിൽ അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചതായ വിഷയത്തിൽ നിന്ന് പൊതുവെ മനുഷ്യരെ ബാധിച്ചിരിക്കുന്ന 3 അജ്ഞതയെങ്കിലും ഞാൻ തുടർന്ന് ചൂണ്ടിക്കാണിക്കാം. 5 അജ്ഞതകൾ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പൊതുവിൽ അതെല്ലാം പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് മുറിവേൽക്കും. അതുകൊണ്ട് 3 ഞാൻ പറയാം എന്ന് ആഗ്രഹിക്കുന്നു. നമ്പർ 1, 17-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ഒന്നാമത്തെ അജ്ഞത, ദൈവം ക്ഷേത്രത്തിൽ, പള്ളിയിൽ വസിക്കുന്നു എന്ന മതസങ്കല്പമാണ് ഒന്നാമത്തെ അജ്ഞത. ഇതിലാണ് മതങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. ദൈവസ്ഥലം, ദേവസ്ഥാനം, വിശുദ്ധ സ്ഥലം, പുണ്യസ്ഥലം എന്നൊക്കെ പേരിട്ട് നമ്മൾ ചില സ്ഥലങ്ങളെ പുണ്യവൽക്കരിച്ചിരിക്കുകയാണ്. ഈ പുണ്യസ്ഥലങ്ങളിൽ മിക്ക സ്ഥലത്തും നിങ്ങൾ ചെല്ലുമ്പോൾ ഒന്നിലധികം ബോർഡ് കാണാം, പോക്കറ്റടിക്കാരെ സൂക്ഷിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ കൊള്ളക്കാർ കൂടിയിരിക്കുന്നത് പുണ്യസ്ഥലത്താണ്. ഒരു പുണ്യസ്ഥലത്ത് പോണമെന്ന് അമ്മ നിർബന്ധിച്ചു. അമ്മയും കൊണ്ട് പോയി മകനും ഭാര്യയും ചേർന്ന് അമ്മയെ നല്ല ഡ്രസ് ഉടിയിപ്പിച്ച് തൊഴാൻ കൊണ്ടുപോയി. അമ്മ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കൾ കാറ് വിട്ടുപോയി. അമ്മ മതിയാവോളം തൊഴുതു. സന്ധ്യായുഷസുമായി അമ്മ അവിടെ തളർന്നു വീണു. ആളുകൾ ചോദിച്ചു, എന്നാ പറ്റി? എൻ്റെ മക്കൾ എന്നെ കൊണ്ടുവന്നാ. അവർ പോയി, എവിടെയാണെന്ന് അറിയില്ല. ഇന്നത്തെ കാലമല്ലേ ചാനലുകാരും സോഷ്യൽ മീഡിയക്കാരും ഇടപെട്ട് ഗവൺമെന്റ് ജോലിക്കാരായ മകനെയും ഭാര്യയെ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഈ പുണ്യസ്ഥലത്ത് ദൈവം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമോ? നടക്കില്ല. ദൈവം സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്. അല്ലെങ്കിൽ ആ ദൈവവിശ്വാസം ഒരു ചതിയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്തിരിക്കുന്ന ദൈവം അത് മനുഷ്യനിർമ്മിത ദൈവമാണ്. മനുഷ്യനെ നിർമ്മിച്ചവൻ മനുഷ്യൻ നിർമ്മിച്ചിടത്ത് ഇരിക്കുവോ? മനുഷ്യനെ നിർമ്മിച്ചവൻ മനുഷ്യൻ നിർമ്മിച്ചിടത്ത് ഇരിക്കുവോ? അത്യുന്നതനായവൻ കൈപ്പണിയായതിൽ വാസം ചെയ്യുന്നില്ല. മനുഷ്യനിർമ്മിത ദേവാലയങ്ങളിൽ ദൈവം വസിക്കുന്നു എന്ന അജ്ഞതയാണ് സകല ദോഷങ്ങൾക്കും കാരണം. ഈ ലോകത്തിലെ ക്രിമിനലുകളെല്ലാം മിക്കവാറും വളരുന്നത് മതങ്ങളുടെ മറവിലാണ്. ഈ അടുത്ത കാലത്ത് നടന്ന കൊലപാതകങ്ങളും മയക്കുമരുന്ന് മാഫിയകളും മിക്കവാറും എല്ലാം തന്നെ മതത്തോട് ബന്ധപ്പെട്ടാണ്. മതങ്ങൾ മനുഷ്യർക്ക് കൊടുക്കുന്ന ചിത്രം ദൈവം ദൈവാലയങ്ങളിൽ ഇരിക്കുന്നു എന്നാണ്. അതേ അജ്ഞതയായിരുന്നു അഥേനയിലും ഉണ്ടായിരുന്നത്. ഈ ദൈവമനുഷ്യൻ വിളിച്ചു പറയുന്നു, അത്യുന്നതനായവൻ കൈപ്പണിയായതിൽ വാസം ചെയ്യുന്നില്ല.
പള്ളിക്കകത്ത് വെച്ച് ആരും പുകവലിക്കാറില്ല, പള്ളിക്കകത്ത് ആരും മദ്യപിക്കാറില്ല, പള്ളിക്കകത്ത് ആരും സ്ത്രീകളെ ഉപദ്രവിക്കാറില്ല, മോശം ഭാഷകൾ ഉപയോഗിക്കാറില്ല. ദേവാലയത്തിൽ വരുമ്പോൾ എല്ലാവരും ഭക്തരാണ്. ബൈബിളിന്റെ ചിന്ത നേരെ വിപരീതമാണ്. നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഈ ചിന്ത നമുക്ക് തരുന്ന സന്ദേശം എന്താണെന്നറിയാമോ? 24 മണിക്കൂറും 365 ദിവസവും ദൈവത്തോടൊപ്പം നടക്കുക. സഞ്ചരിക്കുന്ന ദേവാലയങ്ങളായി നിങ്ങൾ മാറണം. സഞ്ചരിക്കുന്ന ദേവാലയങ്ങളായി നിങ്ങൾ മാറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സഞ്ചരിക്കുന്ന ദേവാലയങ്ങളായി നിങ്ങൾ മാറണം. ദൈവം ദേവാലയങ്ങളിൽ വസിക്കുന്നു എന്ന ചിന്തയാണ് മനുഷ്യരെ മുഴുവനും അഭക്തരാക്കി തീർത്തത്. ആണ്ടിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ദൈവത്തെ ചെന്ന് കണ്ട് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് തിരിച്ചു വന്ന് തോന്നി പോലെ ജീവിക്കാമെന്ന ഒരു മതശാസ്ത്രം, മനഃശാസ്ത്രം ഉണ്ടായി. ഇതാണ് ഒന്നാമത്തെ അജ്ഞത. ദൈവത്തിന് പാർക്കാവുന്ന ഒരു കെട്ടിടമുണ്ടാക്കാൻ മനുഷ്യന് കഴിയുമോ? അങ്ങനെ കഴിയുന്നെങ്കിൽ നിങ്ങളുടെ ദൈവം ചെറുതാണ്. എന്നോട് പിണങ്ങരുത്. ബൈബിളിലെ ദൈവം ഒത്തിരി വലുതാണ്. ഞാൻ അതിനൊരു വാക്യം പറയാം, വായിക്കണ്ട, ഞാനങ്ങ് പറയാം. സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. സ്വർഗം എവിടെയോ അവിടെ ഇരിക്കുന്ന ആളുടെ പാദം ഭൂമിയിൽ ചവിട്ടുന്നു എങ്കിൽ ആ ദൈവത്തിൻ്റെ വലിപ്പം അളക്കാൻ പറ്റുമോ? എൻ്റെ ദൈവം ഒത്തിരി വലുതാ. എൻ്റെ ദൈവം ഒത്തിരി വലുതാ. സ്തോത്രം. വീണ്ടും പറയുന്നു, ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നു. നാഴി എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു മനുഷ്യന്റെ ഒരു നേരത്തെ ഭക്ഷണമാണ്, ഇന്ന് കഴിക്കത്തില്ല. അപ്പൊ അത്രയുള്ള ഒരു പാത്രത്തിൽ ദൈവത്തിന്റെ കയ്യിലെ നാഴിയിൽ ഭൂലോകത്തിലെ മുഴുവൻ മണ്ണ് ഒതുക്കാവുന്ന ആ വിരലുകൾ എത്ര വലുതായിരിക്കും? തന്റെ വിരലുകളുടെ പണിയായ ആകാശം, ആ വിരലുകൾ എന്തായിരിക്കും? എന്റെ ദൈവം ഒത്തിരി വലുതാ. ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത എന്റെ ദൈവത്തിന്റെ വലിപ്പം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഒരു പടം വരയ്ക്കാത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ചിത്രം വയ്ക്കാത്തത്. മനുഷ്യ, നിനക്ക് അവനെ എങ്ങനെ വരയ്ക്കാൻ പറ്റും? എന്താ രൂപം? താങ്ക് യു ജീസസ്. പർവ്വതങ്ങളെ വെള്ളിക്കോലോട് തൂക്കും. ഇങ്ങനെ കൈ പിടിച്ച് തൂക്കുന്ന ത്ലാശ വെള്ളിക്കോല്. 5 കിലോയിൽ കൂടുതൽ അങ്ങനെ തൂക്കാൻ പറ്റുകയില്ല. ഹിമാലയ പർവ്വതം ദൈവത്തിന്റെ കയ്യിൽ വെറും 5 കിലോയേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഭാരം, നമ്മുടെയൊക്കെ ദുഃഖം ദൈവത്തിന് എന്തുണ്ട്? അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളാൻ. താങ്ക് യു ജീസസ്. എന്റെ ദൈവം ഒത്തിരി വലുതാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവജനം കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, എന്റെ ദൈവം വലിയവനാണ്, എന്റെ ദൈവം ഒത്തിരി വലിയവനാണ്, എന്റെ ദൈവം വലിയവനാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ അവൻ എത്രയോ വലിയവനാണ്. നിന്റെ ശത്രുവിനേക്കാൾ അവൻ എത്രയോ വലിയവനാണ്. നിന്റെ ആവശ്യങ്ങളെക്കാൾ അവൻ എത്രയോ വലിയവനാണ്. ഹല്ലേലൂയ. വലിയവൻ, 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 വലിയവൻ. ദൈവം സർവജ്ഞാനിയാണ്. ഞാൻ ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു, നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തൊന്നും ഗ്രഹിക്കുന്നു. നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. എനിക്ക് ദൈവത്തെ ഒളിക്കാൻ പറ്റത്തില്ല, ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല, ദൈവത്തെ മറയ്ക്കാൻ പറ്റത്തില്ല, ദൈവത്തെ കാണാൻ പോലും എനിക്ക് കഴിയില്ല. അടുത്തുകൂടത്തെ വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് എന്റെ ദൈവം. വലിയവനാണ്. അതുകൊണ്ട്
മനുഷ്യനിർമ്മിത ദേവാലയങ്ങളിൽ അവൻ വസിക്കുകയില്ല. ഈ ഒരു അജ്ഞത വിട്ടു പുറത്തു വന്നാൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി മാനസാന്തരത്തിന്റെ രാത്രിയായി മാറും. രണ്ടാമത്തെ അജ്ഞത വാക്യം 25 കിടക്കുന്നു. കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. വളരെ ശ്രദ്ധയോടെ ഈ വാക്കുകൾ കേൾക്കണം. സിമ്പിളായിട്ട് പറയാം, നിങ്ങൾക്ക് നാളെ ഇത് ട്രാക്റ്റായിട്ട് അടിച്ച ആയിരങ്ങൾക്ക് കൊടുക്കാം, മെസ്സേജായിട്ട് ആളുകൾക്ക് അയച്ചു കൊടുക്കാം. നല്ലൊരു കാലമാണ് സുവിശേഷീകരണത്തിന്. ഇതൊന്നും ആരെയും മുറിക്കുന്നതല്ല, ആരെയും വിമർശിക്കുന്നില്ല. എന്റെ ദൈവം വാങ്ങുന്നവനല്ല, എന്റെ ദൈവം കൊടുക്കുന്നവനാ. ഇത്രയുള്ള ആ സന്ദേശം. ലോകത്തിലെ മുഴുവൻ മതങ്ങളുടെ അജ്ഞത എന്നാണെന്നറിയോ? ദൈവം മേടിക്കുന്നവനാണ്. മേടിക്കുന്ന ദൈവം. കാണിക്ക വഴിയിലൊക്കെ കണ്ടിട്ടില്ലേ? കാണിക്ക വഞ്ചി ബസ്സിൽ ഇരുന്നോണ്ട് 100 മൈൽ സ്പീഡിൽ പോയാലും ഇടാവുന്ന സൈസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവം വാങ്ങുന്ന ദൈവമാണ്. റോഡ് മുഴുവൻ ഇരിക്കുക. സ്തോത്രം. എന്തോ ഒരു വൃത്തികേടാ അല്ലേ? അങ്ങനെ പിരിച്ചാലുള്ളൊരു കുഴപ്പം എന്നാണെന്നറിയാവോ? അഴിമതിക്കാരന്റെ പൈസയും അതിനകത്ത് വീഴും, കൊലപാതകക്കാരന്റെ പൈസയും വീഴും. കോതമംഗലത്ത് ചുമട്ടുതൊഴിലാളിയായിരുന്ന ഒരു മനുഷ്യൻ എന്നോട് പറയും, എല്ലാ ദിവസവും രാവിലെ അവിടെ 3 കുരിശിൻ തൊട്ടിയിലും പൈസ ഇടും. തമ്പുരാനെ ഇന്ന് ഇച്ചിരി പിടിച്ചുപറിയൊക്കെ നടത്തും, ഒന്നും കണക്കിടല്ലേ എന്ന് പറഞ്ഞാ പൈസ ഇടുന്നത്. ഇങ്ങനെ വെച്ചിട്ടുള്ളതുകൊണ്ടൊരു സൗകര്യ കൊള്ളക്കാർക്ക്. പ്രിയരെ, ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം വാങ്ങുന്നവനല്ല, അവൻ ദരിദ്രനല്ല, അവൻ കൊടുക്കുന്നവനാ. ഇന്നലെ പെട്രോൾ അടിച്ചതിനേക്കാൾ റേറ്റ് കൂടി ഇന്ന് അടിക്കാൻ ചെന്നപ്പോ. നാളത്തെ കാര്യം നാളെ അറിയാം. ആരും മിണ്ടുന്നുമില്ല, സമരവുമില്ല, ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ കൂടി 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 പോവുക. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ ഓക്സിജന്റെ ഏജൻസി അംബാനിക്ക് കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായാലും. എല്ലാ ദിവസവും കൂടും. ഒരു ശ്വാസം വലിക്കണമെങ്കിൽ സൗകര്യമുള്ളവർക്കേ പറ്റുള്ളൂ. മിഡിൽ ക്ലാസ്സുകാർ ആരും ശ്വാസം വലിക്കണ്ട. ഒരുവിധം ചുറ്റുപാടുള്ളവർക്ക് മാത്രമേ ശ്വാസം വലിക്കാൻ പറ്റുള്ളൂ. അതും അധികം കാലം പറ്റൂല, ആർക്കും പറ്റൂല. കോവിഡ് കാലത്ത് കണ്ടില്ലായിരുന്നോ ഓക്സിജന്റെ വില? ഒരു മനുഷ്യൻ ഓട്ടോറിക്ഷയിൽ അമ്മയും കയറ്റിക്കൊണ്ട് ഡൽഹിയിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്നു. വാതിക്കെന്നെ വാച്ച്മാൻ പറഞ്ഞു പോയി സിലിണ്ടർ മേടിച്ചുകൊണ്ട് വരാൻ. അത് വീഡിയോ കാണുമ്പോൾ ചങ്ക് തകരും. അവൻ ആ തള്ളെ ആ ഓട്ടോറിക്ഷ ഇറക്കി ആശുപത്രിയുടെ വരാന്ത എടുത്തിട്ട് ഓട്ടോറിക്ഷയും കൊണ്ട് ഗ്യാസ് സിലിണ്ടർ തപ്പി നടക്കുക. ഓക്സിജൻ സിലിണ്ടർ തപ്പി നടക്കുക. നമ്മൾ ഇത്രയും വയസ്സ് വരെ ശ്വാസം വലിച്ചതിനെ പറ്റി തിരിഞ്ഞു ചിന്തിച്ചിട്ടില്ല. ഫ്രീ ആയിട്ട് വലിക്കുക. 24 മണിക്കൂറും ശ്വാസം ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കുക. ദൈവം തമ്പുരാൻ ഫ്രീ ആയിട്ട് തന്നതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളും ജീവിച്ചിരിക്കുന്നത്. വാക്യം ഇങ്ങനെയാണ്, അവൻ എല്ലാവർക്കും താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകും. ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നു. ദൈവം എല്ലാം കൊടുക്കുക. ദൈവം എല്ലാം കൊടുക്കുന്നു. കൊടുക്കുന്നവനായ ദൈവം. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും ആദത്തിന്റെ ആഹാരം കൊടുക്കുന്നു. കാക്കക്കുഞ്ഞുങ്ങൾ വിശന്നിട്ട് ദൈവത്തോട് തന്റെ ആഹാരം ചോദിക്കുമ്പോൾ അതിന് തീനെത്തിച്ചു കൊടുക്കുന്നവൻ ആര്? അതൊക്കെ ഭയങ്കര ശാസ്ത്രീയ പഠനങ്ങളുള്ള വാക്യങ്ങളാ.
കാക്കക്കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ദൈവത്തോട് ചോദിക്കുമ്പോൾ അതിന് തീരെത്തിച്ചു കൊടുക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ പിള്ളേർ പറയും കാക്കയുടെ തള്ളയാന്ന്. അല്ല, കാക്കയുടെ തള്ള കൊടുക്കുന്നത് തിന്നാറാകുന്നതിന് മുമ്പത്തെ ഒരു പ്രായമുണ്ട്. ആ സമയത്ത് പ്രകൃതിയിലൂടെ ദൈവം എന്തോ അതിനെത്തിച്ചു കൊടുക്കും. നമ്മൾ കുട്ടികൾക്ക് ഈ ലിക്വിഡായിട്ട് കൊടുക്കുന്ന പോലെ അതിന് തീനെത്തിച്ചു കൊടുക്കുന്നത് ആര്? ദൈവം കൊടുക്കുന്നവനാണ്. മനുഷ്യൻ ഒന്നും ഇവിടെ നേടിയില്ല, എല്ലാം ദൈവത്തിന്റെ ദാനമാണ്, മുഴുവൻ ദാനമാണ്. എന്റെ ദൈവം വാങ്ങുന്നവനല്ല, കൊടുക്കുന്നവനാണ്. ദൈവം തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആ തെറ്റിദ്ധാരണ വിട്ട് പുറത്തു വരണം. അതൊരു അറിവില്ലായ്മയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ മാത്രം നിങ്ങൾക്ക് പണം കൊണ്ട് മറിക്കാൻ പറ്റില്ല, കൈക്കൂലി കൊടുത്ത് തിരിക്കാൻ പറ്റില്ല. ബാക്കി എല്ലാവരെയും മറിക്കാൻ പറ്റും, ദൈവത്തെ മാത്രം നിങ്ങൾക്ക് മറിക്കാൻ പറ്റില്ല. പക്ഷെ ദൈവം ഇടപെടുന്നത് ഒരു സമയത്താണ്. ഉൽപ്പത്തി പുസ്തകത്തിലൊരു വാക്യമുണ്ട്, അത് വായിക്കുമ്പോൾ ഞെട്ടും. ആ വാക്യം ഇങ്ങനെയാണ്: വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. വെയിലാറുമ്പോഴേ ദൈവം ഇടപെടത്തുള്ളൂ. ചില സമയം കഴിയുമ്പോൾ ദൈവം ഇടപെടും. പെട്ടെന്ന് ആക്ഷൻ എടുക്കത്തില്ല. പെട്ടെന്ന് ആക്ഷൻ എടുക്കത്തില്ലാത്ത കാരണം ആളുകൾക്ക് ഭയമില്ലാതെയായി പോകുന്നു. പതുക്കെ ദൈവത്തിന്റെ കൈവരും. അത് കണ്ടൊക്കെ നിന്നാൽ അവരവർക്ക് നല്ലത്. എന്തും പറയാം, എന്തും പ്രവർത്തിക്കാം എന്നൊക്കെ ഒരു വിചാരമുണ്ടെങ്കിൽ മാറ്റിക്കോണം. വരുന്നുണ്ട് ദൈവത്തിന്റെ കൈ പുറകെ. ദൈവത്തെ ആർക്കും പണം കൊടുത്ത് മറിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ പെട്ടകം വീട്ടിൽ വെച്ചിട്ട് ആ വീട്ടുകാരൻ ശിക്ഷ അനുഭവിച്ചല്ലോ. വേറൊരു വീട്ടിൽ വെച്ചിട്ട് ആ വീട് അനുഗ്രഹിക്കപ്പെട്ടല്ലോ. ദൈവത്തിന് അങ്ങനെയൊന്നുമില്ല. ദൈവത്തിന് ആരുടെ ഒന്നും വേണ്ട. ഞാൻ പ്രസംഗിച്ചു എന്ന കാരണത്താൽ എനിക്കൊരു പ്രത്യേക ആനുകൂല്യമൊന്നും കിട്ടത്തില്ല. ഇല്ല, ഞാൻ ഇതുപോലെ ജീവിച്ചില്ലെങ്കിൽ ഞാൻ പിന്നത്തേതിൽ വിവരം അറിയും. മൂന്നാമത്തെ അജ്ഞത അതിന്റെ തൊട്ടു താഴത്തെ വാക്യത്തിൽ: ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തിൽ നിന്നും മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. മനുഷ്യർ ഒരൊറ്റ കുടുംബമാണ്. ഭാഷകൾ, ജാതികൾ, മതങ്ങൾ, വർഗങ്ങൾ, വിഭാഗീയതകൾ ഇതെല്ലാം മനുഷ്യരുണ്ടാക്കിയതാണ്, മതങ്ങൾ ഉണ്ടാക്കിയതാണ്. ദൈവം ഒരൊറ്റ മനുഷ്യനിൽ നിന്ന് ഈ മനുഷ്യരെല്ലാം ഉളവാക്കി. ഈ മതങ്ങളാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഭാരതം ഈ വിഷയത്തിൽ മികച്ച മാതൃകയായിരുന്നു മുൻകാലങ്ങളിൽ. അതുകൊണ്ടല്ലേ മിഷണറിമാർക്കൊക്കെ ഇവിടെ ഇത്രയും ചാൻസ് കിട്ടിയത്. എന്തേ സൗദി അറേബ്യയിൽ ഒരു ബൈബിൾ കൊണ്ടുപോകാൻ പറ്റാത്തെ? ഇവിടെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. പക്ഷെ ഇവിടെ ബൈബിൾ മിക്കവാറും എല്ലാ വീട്ടിലും ഉണ്ട്. എല്ലാ പട്ടണത്തിലും കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ രാജ്യം അതിന് എതിർപ്പ് കാണിച്ചിട്ടില്ല. മിഷണറിമാർക്ക് സ്വാഗതം പറഞ്ഞ നാടാണിത്. മിഷണറിമാർ ഒത്തിരി സംഭാവനയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നൊന്ന് സ്ഥിതി മാറി വരികയാണ്. ഇന്ന് മിഷണറിമാരെ ഉപദ്രവിക്കുകയും കേസുണ്ടാക്കി കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കുകയും പലവിധ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു കാലം വന്നിട്ടുണ്ട്. അത് മതവും രാഷ്ട്രീയവും കൂടെ കൂട്ടിക്കുഴച്ചപ്പോഴുണ്ടായ പ്രശ്നമാണ്. ഭരണം കിട്ടാൻ മതത്തെ മറപിടിക്കുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നു. ദൈവം ഇത് സൃഷ്ടിച്ചതല്ല. ഒരു മനുഷ്യനിൽ നിന്ന് മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ചതാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവശാസ്ത്രം. അത് കഴിഞ്ഞ് പിന്നെ ദൈവത്തെ നിർമ്മിക്കുന്ന കാര്യമൊക്കെ താഴെ പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് കയറുന്നില്ല.
ഈ അജ്ഞത വിട്ട് പുറത്തു വരാൻ ദൈവം വെച്ചിരിക്കുന്ന കാലമാണ് മാനസാന്തരത്തിൻ്റെ കാലം. അത് ഇപ്പോഴാണ്, ഇന്നാണ്, നാളെയല്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നിങ്ങളെ സമർപ്പിക്കുവാൻ, ഒരു തീരുമാനം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് നല്ല സമയമാണ്. നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിലേക്ക് വിനയത്തോടെ അടുത്തു വരാം. ഹല്ലേലൂയ. എത്ര നാൾ വൃഥാവായി ഓടി മനുഷ്യ നിൻ ജീവിതം, ലോകത്തിൻ്റെ ഇമ്പം തേടി കഴിച്ചു നീ വീതം. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാൻ കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീ ഇന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീ ഇന്ന്. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ. രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീ ഇന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീ ഇന്ന്. എഴുന്നേറ്റ് നിൽക്കാമോ ചില മിനിറ്റുകൾ? എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ മാത്രം എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചു ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് ദൈവം നിങ്ങളോട് ഇടപെടുകയായിരുന്നു. ഈ പരസ്യ സ്ഥലത്ത് ഈ യോഗം വെച്ചത് ഒരു വ്യക്തി കർത്താവിലേക്ക് തിരിഞ്ഞാൽ ഈ മീറ്റിങ്ങിന് വേണ്ടി മുടക്കിയ മുഴുവൻ പണവും ലാഭമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതൊരു ചാൻസ് പിന്നെ കിട്ടത്തില്ല. ഇന്ന് കർത്താവിനെ സ്വീകരിക്കാൻ പറ്റിയ ദിവസമാണ്. നിങ്ങളെ സമർപ്പിക്കുമോ ഈ സമയം?